ഇന്നൊരു ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ഞാൻ നല്ലൊരു പീസ് സ്ലൈസ് ചെയ്തൊരു പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെല്ലാം കൊണ്ടുവന്നതെല്ലാം കഴുകി വൃത്തിയാക്കിയെല്ലാം എടുത്ത് അങ്ങനെ ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല ഉണക്കം അതെല്ലാം കുത്തി കുറച്ച് ദ്വാരമൊക്കെ ഉണ്ടാക്കി അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടി പിഴിഞ്ഞ് 2 സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് നന്നായിട്ടത് പൊതിഞ്ഞ് നമുക്ക് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഒരു കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പൊട്ടറ്റോ സ്മാഷ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടെല്ലാം കിഴങ്ങെല്ലാം വേവിച്ച് അതിലും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബീഫെല്ലാം റെഡിയായിരിക്കണം. അപ്പം ഞാനത് 2ആയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പാൻ ചെറുതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്മാഷ് ചെയ്ത് പൊട്ടറ്റോ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം ഒലിവ് ഓയിലും ബട്ടറും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് റോസ്മേരിയുടെ ലീഫ് കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.